ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും സിനിമ തുടങ്ങി. നമ്മൾ തിയേറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ സിനിമ തുടങ്ങിയല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ബസ് പോയി എന്നൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒത്തിരി ഉപയോഗമുള്ളൊരു കാര്യമാണ് അല്ലേ. ഒരു കാര്യം നമ്മൾ എത്തിയപ്പോഴത്തേക്കും അത് കഴിഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് എങ്ങനെ പറയാമെന്നുള്ളതാണ് പഠിക്കുന്നത്. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇവിടെ എനിക്കുണ്ടായൊരു അനുഭവം പറയാം. ഞാൻ പണ്ട് ബോംബെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് പ്ലെയിന് യാത്ര ചെയ്യേണ്ട ഒരു അത്യാവശ്യം വന്നു. അന്നേരം ഞാൻ അവിടുത്തെ ട്രാഫിക്കൊന്നും മനസ്സിലാക്കാതെ അത് പതുക്കെ അവിടെ എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേക്കും പ്ലെയിൻ പോയി കഴിഞ്ഞു. പിന്നെ കരഞ്ഞ് കാലം പിടിച്ച് ഉണ്ടായിരുന്ന മൊത്തം പൈസ കൊടുത്തിട്ടാണ് അടുത്തൊരു എയർലൈൻസ് മാറ്റി നമുക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചത്, ഞാൻ എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പ്ലെയിൻ പോയി. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് എങ്ങനെയാണ്, എന്ത് വേണം നമുക്ക് മാറ്റി പറയാം. നിങ്ങൾ അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതണം. അതായത് ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ സഹോദരൻ അവിടെയുള്ള ബീഫെല്ലാം കഴിച്ച് തീർത്തു എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ശ്രദ്ധിക്കുക. When I arrived at the airport, the plane had left. When I arrived at the airport, the plane had left. അല്ല, ഇങ്ങനെ വേണമെങ്കിലും പറയാം. When I arrived at the airport, the plane had already left. അവിടെ ഓൾറെഡി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, സെയിം മീനിങ് ആണ് വരുന്നത്. ഇനി ഇതിനകത്ത് എന്താണ് ഗ്രാമർ, നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇതിലാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ് പറയുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ശ്രദ്ധിക്കുക. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ, അല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കത്തില്ല. എന്താണ് ആ സാഹചര്യം? രണ്ട് കാര്യങ്ങൾ നടന്നു, രണ്ടും പാസ്റ്റിൽ നടന്നതാണ്. അതായത് ഞാനീ പറഞ്ഞ സംഭവങ്ങളൊക്കെ എപ്പോഴാണ് നടന്നത്, ഇതെല്ലാം കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലേ. അപ്പോൾ അതിനകത്തെ ആദ്യം നടന്ന സംഭവം, ഇവിടെ പ്ലെയിൻ പോയി എന്നുള്ളതാണല്ലേ ആദ്യം നടന്നത്. ആദ്യം നടന്ന സംഭവം പറയാൻ വേണ്ടി നമ്മൾ ഹാഡ് പ്ലസ് V3 വെർബിൻ്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കും. അതുപോലെ തന്നെ രണ്ടാമത് നടന്നത് എന്താണ്, ഞാനവിടെ എത്തിയെന്നുള്ളതാണ് അല്ലേ. പ്ലെയിൻ പോയി കഴിഞ്ഞ് ഞാൻ അവിടെ എത്തിയത്. അത് പറയാൻ വേണ്ടി നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസും ഉപയോഗിക്കും. ഇത് രണ്ടും കൂടെ കൂടി ചേർന്നുള്ള ഒരു സന്ദർഭത്തിൽ മാത്രമേ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കത്തുള്ളൂ. സങ്കടപ്പെട്ടൊരു കാര്യമില്ല, അതാണ് സംഭവിച്ചത്. ഇനി നമുക്ക് എങ്ങനെ പറയാം, വെൻ ഐ അറൈവ്ഡ് ദ എയർപോർട്ട്, അതവിടെ ആദ്യം നടന്നോ രണ്ടാമത് നടന്നോ അല്ലേ. അതിന് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് V2 ആണ് ഉപയോഗിക്കുന്നത്. ദ പ്ലെയിൻ ഹാഡ് ലെഫ്റ്റ്, അത് സംഭവിച്ചു കഴിഞ്ഞില്ലേ, അതാണ് ആദ്യം നടന്നത്. അപ്പോൾ വെൻ ഐ അറൈവ്ഡ് ദ എയർപോർട്ട്, ദ പ്ലെയിൻ ഹാഡ് ലെഫ്റ്റ്. വേറൊരു ഉദാഹരണം നോക്കാം. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് ബസ് പോയി. ഇവിടെ ആദ്യം നടന്നത് എന്താണ്, നിങ്ങൾ എത്തിയെന്നാണോ അതോ ബസ് പോയെന്നാണോ? ബസ് പോയി അല്ലേ. അപ്പോൾ അവിടെ ബസ് പോയ കാര്യം പറയാൻ വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കും, ഹാഡ് പ്ലസ് V3 അല്ലേ. ദ ബസ് ഹാഡ് ലെഫ്റ്റ് ബിഫോർ വി അറൈവ്ഡ് ഉപയോഗിച്ചിരുന്നത് എന്താണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് V2. വി അറൈവ്ഡ്, അവിടെ ഹാഡ് ഒന്നുമില്ല, അറൈവ്ഡ്. ബിഫോർ എന്നുള്ളത് അതിന് മുമ്പെന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിലും അത് അർത്ഥമാണ്. ദ ബസ് ഹാഡ് ലെഫ്റ്റ് വെൻ വി അറൈവ്ഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇവിടെ മറ്റൊരു ഉദാഹരണമാണ്, ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും സിനിമ തുടങ്ങി. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ആദ്യം നടന്നത് എന്താണ്, നമ്മൾ എത്തിയെന്നുള്ളതാണോ സിനിമ തുടങ്ങുള്ളൂ? സിനിമ തുടങ്ങിയില്ല, ഞാൻ വരുന്നതിന് മുമ്പ് സിനിമ തുടങ്ങി. അപ്പോൾ ബൈ ദ ടൈം വി അറൈവ്ഡ് അറ്റ് ദ തിയേറ്റർ, അവിടെ ബിഫോറിന് പകരം നമ്മൾ ബൈ ദ ടൈം മാറ്റി നമുക്ക് ഉപയോഗിക്കാം. ബൈ ദ ടൈം വി അറൈവ്ഡ് ദ തിയേറ്റർ, ദ മൂവി ഹാഡ് സ്റ്റാർട്ടഡ്. കാരണം ആദ്യം സംഭവിച്ചത് ഏതാണ്, മൂവി സ്റ്റാർട്ട് ചെയ്തു. മൂവി ഹാഡ് സ്റ്റാർട്ടഡ്. ബൈ ദ ടൈം വി അറൈവ്ഡ് അറ്റ് ദ തിയേറ്റർ, ദ മൂവി ഹാഡ് സ്റ്റാർട്ടഡ്. പരീക്ഷ കഴിഞ്ഞ് ഞങ്ങൾ സിനിമയ്ക്ക് പോയി. ആദ്യം സംഭവിച്ചത് എന്താണ്, പരീക്ഷ കഴിഞ്ഞു, പിന്നീടാണ് നമ്മൾ സിനിമയ്ക്ക് പോയത് അല്ലേ. പിന്നീട് നമുക്ക് അടിയും കിട്ടി വീട്ടിൽ നിന്ന് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം എങ്ങനെയാണ്, ആഫ്റ്റർ ദ എക്സാംസ് ഹാഡ് ഫിനിഷ്ഡ് വി വെന്റ് ടു എ മൂവി. ഇവിടെ ശ്രദ്ധിക്കുക, എക്സാംസ് അല്ലെങ്കിൽ എക്സാം ഹാഡ് ഫിനിഷ്ഡ്, അതാണ് ആദ്യം സംഭവിച്ചത്. വി വെന്റ് ടു എ മൂവി. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അതായത് ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അവൻ ബീഫ് എല്ലാം കഴിച്ചു തീർത്തു. ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതുക. നിങ്ങൾ ലൈക്കും ചെയ്യണ്ട, സബ്സ്ക്രൈബും ചെയ്യണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.